10 വർഷം നമ്മുടെ LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ വീടിനടുത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ആ തുണ്ടിനെ മരുന്നാക്കി തന്നത് LDF ഗവൺമെന്റാ. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം LDF ഞാൻ പറയട്ടെ ആയുഷ് ആരോഗ്യ മന്ദിർ ഹെൽത്ത് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ. ഇപ്പോഴൊന്നും അല്ല, അത് പോയി. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹെൽത്ത് ഗ്രാന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഗ്രാന്റ് പേര് മാറ്റി, വീണ ജോർജ് പേര് മാറ്റി ആയുഷ് ആരോഗ്യ മന്ദിർ. നിങ്ങൾ അധികാരത്തിൽ ഏറുമ്പോഴത്തേക്ക് പ്രകടന പത്രികകൾ മുമ്പിൽ വെക്കുമ്പോഴത്തേക്ക് ആ പ്രകടന പത്രികയിൽ പറയുന്ന എന്ത് കാര്യങ്ങൾ പ്രാബല്യത്തിൽ മുമ്പോട്ട് പോകുന്നത് മനസ്സിലാകുന്നില്ല. അതുപോലെ വേണ്ട ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഭരണത്തിലേക്ക് കടക്കുമ്പോൾ പ്രകടന പത്രിക മുന്നിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രകടന പത്രികയിൽ 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പറയുന്നത് ഞാൻ നിങ്ങളുടെ പുള്ളിക്കടയിലെ കൗൺസിലർ ഹണി ബെഞ്ചമിന്റെ പ്രകടനത്തെ സഹോദരിക്ക് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കടയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും. എവിടെ നടപ്പിലാക്കിയത്? ഇന്നും ജനങ്ങള് ശൗചാലയം പോലും നരകയാത്ര അനുഭവിക്കുക. എന്തിനു വേണ്ടി നിങ്ങൾ വ്യാജ വാഗ്ദാനം കൊടുത്തു? നരകയാത്ര അനുഭവിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യമുണ്ട്, ആ ജനങ്ങൾക്ക് ഒരു സൗകര്യമില്ല. സഹോദരി, ആ റെയിൽവേയുടെ ഭൂമി വാങ്ങിക്കാനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നേ. ഞങ്ങൾ കൊണ്ടുവരാന്നേ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നുണ്ടേ, ഞങ്ങൾ കൊണ്ടുവരാം. എന്റെ ചോദ്യം LDFന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി ചിന്താ ജെറോമിനോടാണ്. ഈ നേരത്തെ തൊഴിലില്ലായ്മയെ പറ്റിയും ധാരാളം തൊഴിൽ കൊടുത്തതിനെ പറ്റിയൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് കേട്ടു. ഒരു 500 പേർക്ക് 25 വർഷമായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം ഈ കൊല്ലം കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്താ ജെറോം പറയാൻ തയ്യാറാണ്. ഒരു ചോദ്യം കൂടെ. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൊല്ലം കോർപ്പറേഷനിൽ അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിന്റെ വികസനത്തിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ ഫണ്ടോ ലഭിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത്. സ്കിൽടെക് ദീപങ്ങൾ, ഈ 2 പദ്ധതിയും ഒന്ന് കൊല്ലം കോർപ്പറേഷന്റെ പദ്ധതികളാണ്. എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. സ്കിൽടെക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ മേള നടത്തി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്നു. ദീപങ്ങൾ ചോദ്യം സ്പെസിഫിക് ആണ്. കൊല്ലം കോർപ്പറേഷൻ ഈ നഗരത്തിൽ നടപ്പിലാക്കിയ 500 യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭം അല്ല. തൊഴിൽ മേള കഥയിലാണ് ചോദിച്ചത്. 500 ചെറുപ്പക്കാർക്കാണ് തൊഴിൽ കൊടുത്തത്. ആ പദ്ധതിയുടെ പേരാണ് സ്കിൽടെക് ദീപങ്ങൾ. ഈ 2 പദ്ധതി വ്യക്തമായി പറഞ്ഞല്ലോ. നിങ്ങളിപ്പോ വലിയ കാര്യമായി വിവരാവകാശമെല്ലാം എടുത്തുകൊണ്ട് വന്ന് വലിയ പ്രസംഗം നടത്തുന്നവരാണ്. നിങ്ങൾ ഇതേപോലെ വിവരാവകാശം എടുക്കൂ. കൊല്ലം കോർപ്പറേഷൻ എത്ര ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുത്തു? 3000-ൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ മേളയുടെ ഭാഗമായി മാത്രം കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നേഴ്സിംഗ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് ദീപങ്ങൾ എന്ന് പറയുന്ന പദ്ധതി. കോർപ്പറേഷന് തന്നെ സ്വന്തമായി അത് മനസ്സിലാക്കണം. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന നിവാസിയാണ്. എനിക്ക് അവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല. ഇന്നും ഇരുട്ടിന്റെ മറവിലാണ് സ്ത്രീകൾ പോയിട്ട് ബാത്റൂം സൗകര്യം ചെയ്യുന്നത്. അല്ലാതെ വേറെ അവിടെ ഒന്നും കെട്ടിക്കൊടുത്തിട്ടില്ല. ബാത്റൂം ശാന്തിനഗറിൽ നിന്നും പാമ്പഴഞ്ഞ് പുള്ളിക്കടയിലേക്ക് മതിൽ വഴി കയറുന്നു പരാതി കൊടുത്തത് ഞാനാ. എന്റെ പേരിലാണ്, ബിജു ആൽഫ്രഡ് എന്ന പേരിലാണ് കൊടുത്തത്. അത് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുകയാണ് ഹണി ബെഞ്ചമിൻ മാഡം. മാഡം പറഞ്ഞിട്ടാണ് ആ മരങ്ങളെല്ലാം വെട്ടി അവർക്കുള്ള സൗകര്യം. ആ പരാതി കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അവിടെ പുള്ളിക്കട നിവാസിയാണ്. ഒരു വികസനം